അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും കയറി നിന്ന് ഒരു സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈമ, ഹസ്ബൻഡ് ബിനോയി, മകൾ അനീറ്റ മരിയ, മകൻ കേവ് ആൻ്റണി, ഒരു മകനും കൂടിയുണ്ട്. അവൻ്റെ പേര് എയ്തൻ ജോസഫ്. അവൻ അബുദാബിയിൽ പഠിക്കുന്നു. ഞങ്ങൾ അബുദാബിയിൽ നിന്നും അഖണ്ഡ ജപമാല റാലി പങ്കെടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയാനും വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഇടവാംഗങ്ങളാണ്. ഞാൻ 2022 ഓഗസ്റ്റ് 30 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ വെച്ച എല്ലാ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. അവരെല്ലാവരും കൂടെ ഇല്ലാത്തത് കൊണ്ട് അവർ വന്നതിന് ശേഷം ആ സാക്ഷ്യങ്ങളെല്ലാം പറയുന്നതാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ സാക്ഷ്യം, ഒന്നാമത്തെ സാക്ഷ്യം, എനിക്കൊരു കടബാധ്യതയുണ്ടായിരുന്നു. ഞാൻ 16 വർഷമായിട്ട് UAE ജോലി ചെയ്യുവാണ്. ഒരു പ്രൊജക്റ്റ് മാനേജറായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുവാണ്. എനിക്ക് നാട്ടിലെ ഒരു 72 ലക്ഷത്തോളം കടം വന്നു. അതൊന്നും ഞാൻ ദുർവിനിയോഗം ചെയ്തിട്ട് വന്നതല്ല. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് അവരെനിക്ക് തിരിച്ചു തരാത്തതിൻ്റെ പേരിൽ, എനിക്ക് കറക്റ്റ് സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാനൊരു കടക്കാരിയായി തീർന്നു. 2-3 വർഷത്തോളം ഞാൻ അതിൻ്റെ കുടിശ്ശിക മാത്രം 4000 ദിർഹംസോളം അടച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് അടയ്ക്കാൻ പറ്റാതെ ഞാൻ കുടുങ്ങിപ്പോയി. അങ്ങനെ അടവ് നിർത്തി. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു കടം എനിക്കുണ്ടെന്ന് എൻ്റെ കുടുംബത്തിൽ പോലും ആർക്കും അറിയത്തില്ല. അങ്ങനെ അത് സെറ്റിൽമെൻറ്റിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. അതവർ തന്നില്ല. കാരണം അത് പലിശയും കൂട്ടുപലിശയും ലേറ്റ് പേയ്മെൻറ്റും എല്ലാം കൂടി 3 ലക്ഷത്തോളം ദിർഹംസായി. അത്രയും പൈസ അടച്ചു തീർക്കാനുള്ള വഴിയില്ലാത്തത് കൊണ്ട് ഞാനത് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചപ്പോൾ നിയോഗം വെച്ച് എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നും ബാങ്കുകാർ വിളിക്കുന്നു, വഴക്കും തെറിയും എല്ലാം പറയുന്നു. നാട്ടിൽ പോകാൻ പറ്റില്ല, ട്രാവൽ ബാൻ ആകും, പോലീസ് കേസാകും. അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം പോലും നമുക്ക് മനസ്സമാധാനത്തോടെ നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല. ഒരു 3-4-5 വർഷം ഞാൻ നാട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അവിടെ ട്രാവൽ ബാൻ ഉണ്ടാകുമോ, എമിഗ്രേഷൻ കഴിയുന്നത് വരെ മനസ്സമാധാനത്തോടെ നമുക്ക് വരാൻ പറ്റില്ല. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒരു ദിവസമെങ്കിലും ഒരു മലയാളി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവരോട് പറയാമായിരുന്നു, ഈ പൈസ എനിക്കൊന്ന് അടച്ചു തീർക്കണം. ഓൾറെഡി 16 വർഷമായി UAE എത്ര കാലം നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഈ കടം വീട്ടിയതിന് ശേഷം തിരിച്ച് നാട്ടിൽ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചൊരു സമയത്ത് ഒരു മലയാളി എന്നെ വിളിച്ചു. ആ സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പൈസ ഒന്ന് അടച്ചു തീർക്കണം നാട്ടിൽ പോകുന്നതിന് മുമ്പ്. അപ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു, ഒരു 80,000 ദിർഹംസ് അടച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ അടുത്ത വഴിക്ക് പറഞ്ഞു, 3 ലക്ഷം ദിർഹംസ് ഉണ്ടല്ലോ, അത് 80,000 എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ 80,000 അടച്ച് ക്ലോസ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് പറയണ്ട, മാതാവിനോട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടതാണെന്ന്. അങ്ങനെ ഞാൻ 80,000 രൂപ അടയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ മെയിൽ അയച്ചു. ഒരുപാട് തവണ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അതെല്ലാം റിജക്ഷനാണ് വന്നത്. പിന്നെ ഞാൻ മാതാവിൻ്റെ കാശിലും വെച്ച് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ ഉപ്പ് കഴിച്ചും മാതാവിൻ്റെ ഉടമ്പടി തൈലം ഇമെയിലും പുരട്ടിയിട്ട് ഞാൻ ഇമെയിൽ അയച്ചു. 80,000 രൂപ വെച്ച് ഞാൻ ക്ലോസ് ചെയ്യാമെന്ന്. അത് അവർ അപ്രൂവ് ആക്കി തന്നു. അങ്ങനെ 80,000 രൂപ അടച്ച് എൻ്റെ ഇത്രയും വലിയൊരു കടത്തിൽ നിന്ന് തന്നെ മാതാവ് രക്ഷിച്ചു. ഈ പ്രാവശ്യമാണ് മനസ്സമാധാനത്തോടു കൂടി എമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ സമാധാനത്തിൽ വരുന്നതും ഇനി അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകും. അന്നേരം എനിക്ക് സമാധാനത്തിൽ പോകാൻ പറ്റുന്നതും. ഇത്രയും വലിയൊരു കടബാധ്യതയിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഇത്രയും കടബാധ്യതയൊക്കെ ഉണ്ട്. എനിക്ക് മോള് BDSന് പഠിക്കുന്നു, ഒരു മകൻ അബുദാബിയിൽ പഠിക്കുന്നു. അപ്പം ചെറിയ മകനും കൂടെ അബുദാബിയിൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് ഞാൻ കേരളത്തിൽ വിട്ടു 2 പേരെയും പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ നിയോഗം എഴുതി വെച്ചു. ചെറിയ മോനും കൂടെ അബുദാബിയിൽ ഒരു അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ 2 മകനെയും അബുദാബി പഠിപ്പിക്കാം, അല്ലെങ്കിൽ 2 പേരെയും കേരളത്തിൽ പഠിപ്പിക്കാമെന്ന്. അങ്ങനെ അബുദാബിയിൽ എല്ലാ സ്കൂളിലും ഭയങ്കര ഫീസാണ്. ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ, അബുദാബി ഇന്ത്യൻ സ്കൂൾ. അവിടെ ലോട്ട് ഇട്ടിട്ടാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം ഒരു കാരണവശാൽ നമുക്ക് കിട്ടാൻ ഒരു വഴിയുമില്ല. എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് അവൻ നിയോഗത്തിൽ എഴുതിയിട്ടു അവന് അബുദാബി ഇന്ത്യൻ സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടണമെന്ന്. അങ്ങനെ സ്ലിപ്പ് സമർപ്പിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഡ്രോപ്പ് ബോക്സിന് ചുറ്റും ഉടമ്പടി തൈലം പൂശുകയും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ആ സ്ലിപ്പിൻ്റെ ഉള്ളിലും ഞാൻ ഉപ്പിട്ടിട്ടാണ് ആ ഡ്രോപ്പ് ബോക്സിലിട്ടത്. എന്നിട്ട് മാതാവിൻ്റെ ഇടപെടലിലൂടെ എൻ്റെ കൊച്ചിന് നറുക്കു വീണു. അങ്ങനെ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടതാണ്. കേരളത്തിൽ വിട്ട് പഠിപ്പിക്കേണ്ട, കാരണം ഞങ്ങളെല്ലാവരും UAE പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം കേരളത്തിൽ പഠിപ്പിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ മാതാവ് ഇടപെട്ട് അവനും അഡ്മിഷൻ കിട്ടി അബുദാബി ഇന്ത്യൻ സ്കൂളിൽ. അങ്ങനെ എനിക്ക് 2 മക്കളെയും അവിടെ പഠിപ്പിക്കാനുള്ള അവസരം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കൂടെ ഒരുക്കി തന്നു. അതിനും 1 കോടി നന്ദി പറയുന്നു.
പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോള് +2 പഠിക്കുമ്പോൾ എല്ലാ വിഷയത്തിനും A+ കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവൾക്ക് ആദ്യം മുതലേ MBBS പോകണമെന്നും നീറ്റ് എഴുതണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ +2 ഫുൾ A+ കിട്ടാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവൾക്ക് +2 ഫുൾ A+ കിട്ടി. 6 പേർക്കാണ് A+ കിട്ടിയത് +1 അതിൽ ഒരാൾ അവളായിരുന്നു. +2 അവൾക്ക് A+ കിട്ടി, അവൾ പാസ്സായി. അങ്ങനെ നീറ്റ് എഴുതിയപ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അവൾക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് കൊടുത്ത് അവളെ അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് MBBS മാത്രമേ ഉള്ളൂ ഓപ്ഷൻ, സെക്കൻഡ് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞങ്ങളാകെ ബുദ്ധിമുട്ടി. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഉടമ്പടിയിൽ നിയോഗം വെച്ചതും അവൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തരണമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവൾക്കാണെങ്കിൽ അബ്രോഡിൽ പോയി പഠിക്കാൻ താല്പര്യവും ഇല്ല, കേരളത്തിൽ തന്നെ കിട്ടുകയും ചെയ്യണം. അങ്ങനെ നീറ്റിൻ്റെ എക്സാം എല്ലാം ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് റിസൾട്ട് വന്നതൊക്കെ. അങ്ങനെ എന്തോ കൊച്ചിന് മാർക്ക് കുറഞ്ഞു പോയി. അങ്ങനെ MBBSനുള്ള അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ ഞാൻ മാതാവ് നിയോഗം വെച്ചത് അവൾക്ക് അനുയോജ്യമായ കോഴ്സ് കിട്ടണമെന്നായിരുന്നു. പക്ഷേ അവൾക്ക് ആ സമയത്ത് അച്ഛനും പറഞ്ഞിരുന്നു പിള്ളേർക്കും ഇപ്പം പരീക്ഷ എഴുതുന്ന പിള്ളേർക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ അവളും ഉടമ്പടി എടുത്തു. അവൾ ഉടമ്പടിയിലായിരുന്നു. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് അവൾക്ക് അനുയോജ്യമായ കോഴ്സിന് പോകാൻ വേണ്ടിയിട്ട് BDS കൂടെ അവൾ ഓപ്ഷൻ വെച്ചു. എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. എൻ്റെ ഉടമ്പടി അമ്മ സ്വീകരിച്ചു. അവൾ BDS കൂടെ ഓപ്ഷൻ വെച്ചു. അങ്ങനെ BDS കിട്ടി. അങ്ങനെ അവളെ BDS ചേർത്തു. അവൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണ്. ഇന്നലെ റിസൾട്ട് വരുന്നു വിചാരിച്ചാണ്, റിസൾട്ട് വന്നില്ല ഫസ്റ്റ് ഇയറിൻ്റെ. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നത്. ഇനി റിസൾട്ട് വന്നതിന് ശേഷം മോൾ വന്ന് സാക്ഷ്യം പറയുന്നതാണ്. അവളിപ്പോൾ BDS ഇഷ്ടപ്പെട്ടു. BDS ആണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇനി BDS ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ MBBS പോകാൻ വേണ്ടി ജോർജിയയിൽ എക്സാം കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഫീസ് അടച്ച് ഫസ്റ്റ് ഇൻടേക്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് അബ്രോഡിൽ പോയി പഠിക്കേണ്ട. അങ്ങനെ ഇരിക്കുമാണ് അബ്രോഡിൽ പഠിച്ച ഒരു കുട്ടിയുടെ പിതാവ് ഇവിടെ സാക്ഷ്യം പറയുന്നത് കേട്ടത്. അബ്രോഡിൽ പഠിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കുന്നു, അതുകൊണ്ട് അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ കേരളത്തിൽ തന്നെ നല്ലൊരു കോളേജിലെ പുഷ്പഗിരി കോളേജിൽ അവൾ BDS പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ബാക്കി എല്ലാ സാക്ഷ്യങ്ങളും ഓരോ പ്രാവശ്യമായിട്ട് ഞാൻ വന്ന് പറയുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് ആത്മീയമായിട്ടുള്ള വളർച്ചയാണ്. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കുടുംബപരമായിട്ട് ഒരുപാട് വളർന്നു. എനിക്ക് 45 വയസ്സായി. ഈ 42 വർഷം വരെ ജീവിച്ചതുപോലെയല്ല ഈ 3 വർഷം ഞങ്ങളിപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുന്നത് ഇന്ന് കൊന്ത ചെല്ലണ്ട, അതൊക്കെയായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനം എല്ലാവരും കൂടി ഒരുമിച്ച് കൊന്ത ചെല്ലാം, ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലാം, പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാം, എല്ലാവരും പ്രാർത്ഥിക്കും. ഇവരെൻ്റെ ചെറിയ മോൻ പോലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. അവനും ഭയങ്കര വിശ്വാസമാണ്. അവനാണെങ്കിൽ ഒരു അസുഖം വന്നാൽ പോലും ഒരു മരുന്ന് വായിലേക്ക് ഇറക്കത്തില്ല. മാതാവിൻ്റെ ഉടമ്പടി തൈലും ഉപ്പും മാത്രമാണ് അവൻ്റെ മരുന്ന്. എന്ത് അസുഖം വന്നാലും അവൻ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് അവൻ തന്നെ സ്വന്തം എടുത്ത് കഴിക്കും. അപ്പോൾ ഞാൻ പറയും മമ്മി തന്നാലേ മാറുള്ളൂ, മോൻ കഴിക്കണം, അമ്മ തരാമെന്ന് പറഞ്ഞാലും കൊച്ചു പറയും ഞാൻ പ്രാർത്ഥിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞ് കൊച്ചു തന്നെ അത് കഴിക്കും. അപ്പോൾ ഉടമ്പടി തൈലവും കൊണ്ടും കാശ് രൂപ ഇതെല്ലാം നമുക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. അത് നമ്മളതിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയതെന്ന്. അങ്ങനെയാണ് എൻ്റെ ആത്മീയമായ വളർച്ചകൾ. പിന്നെ ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കും. ഒരു 8 നോമ്പ് പോലും ഞാൻ എടുത്തിട്ടില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുകയും 8 നോമ്പും 25 നോമ്പും 50 നോമ്പും എല്ലാം എടുക്കും. നല്ല വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്. ഇന്ന് രാവിലെ അച്ഛൻ പറഞ്ഞതുപോലെ ഇടപെടാതെയുള്ള ഒട്ടും ഗ്യാപ്പില്ലാത്ത വിശ്വാസത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നും കുടുംബ പ്രാർത്ഥനയോടുകൂടി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മോള് ഉടമ്പടിയാണ്. ഇന്ന് 3 പ്രാവശ്യം അവൾ റിന്യൂ ചെയ്തു. 3 പ്രാവശ്യമൊക്കെ മാതാവിനെ കിട്ടി. അവളുടെ കൂടെ മാതാവുണ്ട്. അപ്പോൾ ഞങ്ങൾ മരണം വരെ കുടുംബം ഒരുമിച്ച് ഉടമ്പടിയിൽ മുമ്പോട്ട് ജീവിക്കുമെന്ന് ഞാൻ ഇതിനാൽ ഉറപ്പ് വരുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. പത്രത്തിൻ്റെ കൂടെ കൊന്തയും കാശ് രൂപവും മാതാവിൻ്റെ ഫോട്ടോയൊക്കെ പ്രിൻ്റ് എടുത്ത് പ്രാർത്ഥനയിൽ ലാമിനേഷൻ ചെയ്ത് എല്ലാം കൂടിയാണ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. അതുപോലെ അച്ഛൻ്റെ യൂട്യൂബിലുള്ള ധ്യാനങ്ങളും എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച മുടങ്ങാതെ കൂടും. ഡെയിലി ബ്രെഡ് ഒരു ദിവസം പോലും മുടങ്ങാതെ അച്ഛൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കും. അത് എല്ലാവർക്കും ഷെയർ ചെയ്യും. അച്ഛൻ പറയുന്ന എല്ലാ തിരുവചനങ്ങളും സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സുവിശേഷപ്പെട്ടി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. മോള് ഹോസ്റ്റലിൽ പോയപ്പോഴും ആ സുവിശേഷപ്പെട്ടിയാണ് അവൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡെയിലി ബ്രെഡ് പറയുന്ന എല്ലാ തിരുവചനങ്ങളും സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സുവിശേഷപ്പെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബൈബിൾ വായിക്കും. എല്ലാ ദിവസവും ബൈബിൾ ഒരു തവണ മുഴുവൻ വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 2ാമത് വായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത്
നമ്മൾ അബുദാബിയിലായതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാരുണ്യപ്രവർത്തികളൊന്നും ഹോസ്പിറ്റലൊന്നും പോയി ചെയ്യാൻ പറ്റില്ല. എങ്കിലും ആരെങ്കിലും അറിയുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവരെ കാണുകയും പരിചരിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ അവരെ നമുക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുത്ത് അവരെ അനുഗ്രഹിക്കും. അങ്ങനെ കാരുണ്യപ്രവർത്തി ചെയ്യാൻ ഒരു അവസരം ഇല്ലാതിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സ്റ്റാഫ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് അറിഞ്ഞു. ഞാൻ അവിടെ പോയി. ഞാൻ ആ സ്റ്റാഫിനെ കൂട്ടിക്കൊണ്ട് എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു. ആ ചേട്ടനെ ഞാൻ ചികിത്സിച്ചു, വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ആ ചേട്ടനെ കുളിപ്പിക്കുക വരെ ചെയ്യണമായിരുന്നു. അതെല്ലാം ഞങ്ങൾ ചെയ്ത്, ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത് ആ ചേട്ടനെ വേണ്ട എല്ലാ പരിചരണങ്ങളും ഞാൻ നടത്തി. ടിക്കറ്റ് എടുത്ത് നാട്ടിൽ കയറ്റി വിട്ടു. അങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിച്ചു. പിന്നെ നമുക്ക് ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയിട്ട് ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. മീനങ്ങാടിയിലൊരു ജ്യോതിഭവൻ ഒരു സ്ഥലമുണ്ട്. അവിടെ മാനസിക രോഗികൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ പോവുകയും കുടുംബപരമായി പോവുകയും അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ അബുദാബിയിലാണെങ്കിലും വഴിയരിയിൽ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കും. ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. അങ്ങനെ നമ്മളാൽ കഴിയുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ഒന്നടങ്കം ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് തവണ നമ്മുടെ തിരിയിൽ മാതാവിൻ്റെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ ഹൃദയം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. റോസാപ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് മാതാവിൻ്റെ രൂപം എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി പറയും.